എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇല്ലം നിറ എന്ന് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. ഈ ഇല്ലം നിറ എന്ന് പറയുന്ന ഒരു ആചാരം ഹിന്ദു ഭവനങ്ങളിൽ ഒരു കാലത്ത് വളരെ ശ്രദ്ധേയമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു ആചാരമാണ്. പണ്ടുകാലങ്ങളിൽ ജന്മികളില്ല കാലഘട്ടം മുതൽ തന്നെ ഇതിന് വളരെയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നർത്ഥം. ആ അവസരത്തിൽ കീഴാളനെന്നോ മേലാളനെന്നോ ഭഗഭേദമില്ലാതെ എല്ലാ ഹിന്ദുക്കളായ ആൾക്കാർ, ഹിന്ദു എന്ന് പറയാൻ പറ്റില്ല, എല്ലാ വിഭാഗക്കാരും ഇത് ആചരിച്ചിരുന്നു. എന്താണ് ഈ ഇല്ലം നിറ? എന്തിനാണ് ഈ കർമ്മം ചെയ്യുന്നത്? ഇന്നും ആ ചടങ്ങുണ്ടോ? ഉണ്ട്. ഇന്നും ആ ചടങ്ങ് വളരെ ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ പണ്ട് കാലങ്ങളിൽ വയലിൽ വെച്ച് ചെയ്തിരുന്ന ചടങ്ങ്, വലിയ വലിയ ജന്മിമാരുടെ വീടുകളിൽ വെച്ച് നടന്ന ചടങ്ങ് ഇന്ന് ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രമായി ഒതുങ്ങി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ ഈ ഇല്ലം നിറയിൽ പങ്കാളികളാകുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്താണ് ഇല്ലം നിറ? ഇത് അതീവ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ചടങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും ഉണ്ട് എന്നർത്ഥം. ഈ ഇല്ലം നിറ എന്ന് പറയുന്നത് ശരിക്കും ഈശ്വരവിശ്വാസികളായ ആൾക്കാർ, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിലുള്ള എല്ലാ ആൾക്കാരും ഇന്നും മുറുക്കെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. അപ്പോൾ ഈ ഐശ്വര്യം എന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കും, എന്താണ് ഈ ഇല്ലം നിറയും ഐശ്വര്യവും തമ്മിലൊരു ബന്ധം എന്ന് ചിന്തിക്കും. ഇല്ലം നിറയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നെൽക്കതിരാണ്. അപ്പോൾ ഐശ്വര്യം ഉണ്ടാവാനാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഐശ്വര്യം എന്ന് പറയുമ്പം നമ്മളെല്ലാവരും ഐശ്വര്യ സമ്പൂർണ്ണമായി തന്നെയാണ് ഇന്ന് ഉണ്ടാവുക. കാരണം എന്താ? ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഈ ഐശ്വര്യം എന്ന് പറയുന്നത്. ആ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് നമുക്ക് നല്ല മക്കളുണ്ടായിട്ടുള്ളത്. അത് ഒരു ഐശ്വര്യം തന്നെയാണ്, മക്കളെ കൊണ്ടുള്ള ഐശ്വര്യം. അതേപോലെ തന്നെയാണ് നല്ല ഭാര്യയെ കിട്ടിയാലും നല്ല ഭർത്താവിനെ കിട്ടിയാലും നല്ല അച്ഛനമ്മമാരെ കിട്ടുന്ന മക്കൾക്കെല്ലാം തന്നെ അതിൻ്റെതായ ഒരു ഐശ്വര്യം അവർക്ക് ഉണ്ടാവും. നല്ല വീട്, നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, ഇതൊക്കെ തന്നെ അതിൻ്റെതായ ഒരു ഐശ്വര്യം തന്നെയാണ്. നല്ല സാമ്പത്തികമായ ചുറ്റുപാടുകളും സന്തോഷകരമായ അന്തരീക്ഷമൊക്കെ തന്നെ ഐശ്വര്യം തന്നെയാണ്. ഇവിടെ ഈ ഐശ്വര്യത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ് നെൽക്കതിര്. ഈ നെൽക്കതിരാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ, പണ്ട് കാലങ്ങളിൽ ഒരാൾ വീട്ടിൽ നമ്മൾ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നത് പൈസയായിരുന്നില്ല, നെല്ലിന് അത്രയേറെ മൂല്യമുണ്ടായിരുന്നു. വയലിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ, എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് കൊടുക്കുന്നത് നെല്ലാണ് അന്ന് കൂലിയായിട്ട് കൊടുത്തിരുന്നത്. പണ്ടത്തെ ആൾക്കാരുടെ സമ്പാദ്യം അളക്കുന്നതെന്നറിയോ? ഇത്ര പറ നെല്ലുണ്ട്, ഇത്ര പറ നിലമുണ്ട് എന്നൊക്കെ കണക്കാക്കി ആ കൃഷിഭൂമിയുടെയും ആ നെല്ലിൻ്റെ കൂമ്പാരത്തെയും കണക്കാക്കിയായിരുന്നു പണ്ടത്തെ സമ്പാദ്യം പോലും കണക്കാക്കിയിരുന്നത്. കാരണം അന്നത്തെ ഐശ്വര്യം, ഓരോരുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തെ കണക്കാക്കിയിരുന്നത് അങ്ങനെയായിരുന്നു എന്നർത്ഥം. നെല്ല് എന്ന് വെച്ചാൽ ഈ ഐശ്വര്യത്തിൻ്റെ സങ്കല്പമായതുകൊണ്ട് നെല്ലിനെ ആ മഹാലക്ഷ്മിയായിട്ടും കണക്കാക്കിയിരുന്നു. നമുക്കറിയാം, നമ്മൾ അരി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അത് അന്നപൂർണേശ്വരിയാണ്, അത് നിലത്ത് വീഴരുത്, അതിന് നമ്മൾ ഒരു കാരണവശാലും നശിപ്പിക്കരുത്, കളയരുത് എന്നൊക്കെ പറയും. കാരണം അത്രയും പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് അന്നം. പണം എത്രയുണ്ടായാലും ഒരു ചാൺ വയറിൻ്റെ ആ വിശപ്പ് നമുക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ പണം വാരി തിന്നാൻ പറ്റില്ല. പക്ഷേ ഇത് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് വേണ്ട എന്ന് പറയും. അങ്ങനെ പൂർണ്ണ തൃപ്തി തരുന്ന ഒരു ദേവത കൂടിയാണ് അന്നപൂർണേശ്വരി. മറ്റൊരു ദേവതയിൽ നിന്നും നിങ്ങൾക്ക് തൃപ്തി കിട്ടൂല. പണം എത്ര കിട്ടിയാലും ഇനിയും വേണം എന്ന് ചിന്തിക്കും. വീട് 4ഉം 5ഉം ഉണ്ടായാലും ഒന്നും കൂടി ഉണ്ടായാലും അതും കൂടി വാടക കൊടുത്തിട്ട് പണം ഉണ്ടാക്കിയാലോ എന്ന് നമുക്ക് ചിന്തിക്കും. കാറായാലോ അതെ, അങ്ങനെ എല്ലാത്തിനോടും ആർത്തി ഉണ്ടാവും, ആഭരണങ്ങളോടൊക്കെ തന്നെ. പക്ഷേ ഈ അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം നമ്മൾക്ക് ഒരു പാത്രത്തിൽ തന്ന് അത് കഴിച്ചു കഴിഞ്ഞാൽ അത് കുടൽ നിറഞ്ഞു ഒരു ഏമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മതി എന്ന് പറയും. എത്ര വലിയ കുടലിനായാലും വയറ് നിറഞ്ഞാൽ അത് മതി എന്ന് പറയും. അപ്പോൾ അത്രയേറെ പ്രാധാന്യമാണ് ഈ പറയുന്ന നെല്ലിന്, അല്ലെങ്കിൽ അതിൻ്റെ അരിക്ക്. ഒന്നുകൂടി ചിന്തിക്കുക, പണ്ട് കാലങ്ങളിൽ മംഗളകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, പണ്ടല്ല ഇന്നും അതെ, മംഗളകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു വിവാഹം നടക്കുകയാണ്. ആ വേദിയിൽ എന്തുണ്ടാവുക? നിറപറയിൽ നെല്ലാണ് ഉണ്ടാവുക. കതിരും വെച്ചിട്ടുള്ള ഇതാണ് തെങ്ങിൻ കതിർ പൂക്കലയും അതുപോലെ നിറപറ ഉണ്ടാവും, ഒരു നിലവിളക്കും. ഇതും മഹാലക്ഷ്മിയുടെ സാന്നിധ്യമായിട്ടാണ്. കാരണം ഈ വിവാഹം നടക്കുന്ന അവസരത്തിൽ ഇവരുടെ കുടുംബത്തിൽ ഇതുപോലെ നെല്ല് കുമിഞ്ഞുകൂടുന്ന് പറഞ്ഞറിയേ, അതുപോലെ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്നുള്ള സങ്കല്പമാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം.
നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള നമ്മൾ നെല്ലിനെ പൂജിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന ചടങ്ങാണ് ഇല്ലം നിറ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്ന ചടങ്ങുകൾ അതിവിശിഷ്ടമായിട്ട് ക്ഷേത്രത്തിലാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെ നിന്നെങ്കിലും നിശ്ചയിച്ചിട്ടുള്ള ആ നെല്ലിൻ്റെ കറ്റകൾ കൊണ്ടുവരും, നെൽക്കതിര്. ഈ നെൽക്കതിര് കൊണ്ടുവന്നിട്ട് കൊടിമരത്തിന് സമീപത്തായിട്ട്, ക്ഷേത്രത്തിൽ കൊടിമരത്തിനടുത്തായിട്ട് ഒരു സ്ഥലത്ത് വെക്കും, ശുദ്ധിയുള്ളൊരു സ്ഥലം. അത് ഭവനങ്ങളിൽ വെച്ച് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ആ ഭവനത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ചാണകമൊക്കെ മെഴുകി ശുദ്ധി വരുത്തിയിട്ട് അവിടെയാണിത് വെക്കുക. ഇതിന് ശേഷം വീട്ടിലാണെങ്കിൽ ഗൃഹനാഥൻ, ക്ഷേത്രത്തിലാകുമ്പോൾ മേൽശാന്തി ഈ കറ്റയെടുത്ത് നെറുകയിൽ വെച്ച് ആ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കും. ഈ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് വാദ്യങ്ങളുണ്ടാകും, അതോടൊപ്പം തന്നെ ശംഖനാദം ഉണ്ടാകും. പല സ്ഥലങ്ങളിലും വളരെ ആരവത്തോട് മഹാലക്ഷ്മിയാണല്ലോ നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഇതിലൂടെ ഭക്തജനങ്ങൾ ഇതിൻ്റെ പുറകെ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറയും. ഈ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഇന്നും നമ്മൾ അതേപടി വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയും നിറ നിറ, പൊലി പൊലി, ഇല്ലം നിറ, വല്ലം നിറ എന്നൊക്കെ പറഞ്ഞ് പത്തായം നിറ എന്ന് പറയും. ഇതൊക്കെ പറഞ്ഞ് ആയിട്ടാണ് ഇതിൻ്റെ ചുറ്റുവട്ടം ഇങ്ങനെ പോവുക. ഇങ്ങനെ ഇതിന് പ്രദർശനം വെക്കുന്നത് പോലെ വീട്ടിൽ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഗൃഹനാഥൻ്റെ ശിരസിൽ വെച്ചിട്ട് വീടിന് ചുറ്റും ഇതേപോലെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതും നല്ലതാണ്. പണ്ട് കാലങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിന് ശേഷം നേരെ അകത്തേക്ക് കൊണ്ടുപോകും, നാലമ്പലത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും, നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. നാലമ്പലത്തിൻ്റെ അകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ആ മണ്ഡപത്തിൽ, നമസ്കാര മണ്ഡപത്തിൽ അല്ല മറ്റേതെങ്കിലും തയ്യാറാക്കിയ സ്ഥലത്ത് വെച്ചിട്ട് അവിടെ ഒരു അരിമാവ് കൊണ്ട് കളം വരച്ചിട്ടുണ്ടാകും. ആ അരിമാവ് കൊണ്ട് കളം വരച്ച് മനോഹരമാക്കിയതിൻ്റെ നടുവിൽ ഒരു പലകയിൽ ഒരു വാഴയുടെ നാക്കിലയിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെക്കുക. അത്രയും പവിത്രമായിട്ട് മഹാലക്ഷ്മിയാണ്. അപ്പോൾ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമാണ് ഇതിലുള്ളത്, ഐശ്വര്യമാണ്. എന്നതിന് ശേഷം 2 വിളക്ക് അവിടെ കത്തിച്ച് വെക്കും. ഇത് വീട്ടിലാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 വിളക്ക് അവിടെ കത്തിച്ച് വെക്കുമ്പോൾ ഒന്ന് ഗണപതി ഭഗവാനെ സങ്കല്പിച്ചും കൊണ്ടും മറ്റൊന്ന് മഹാലക്ഷ്മിയെ സങ്കല്പിച്ചും കൊണ്ടും 2 വിളക്ക് അവിടെ വെക്കും. ഈ വിളക്ക് ഒരു കാരണവശാലും തറയിൽ വെക്കാൻ പാടില്ല. അവിടെ ആ വിളക്കിൻ്റെ അടിയിൽ ഒരു ഇലപ്പാറിലെങ്കിലും വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നതിന് ശേഷം ഈ പറയുന്ന ഗണപതി ഭഗവാനെ സങ്കല്പിച്ച വിളക്കിന് മുന്നിൽ ഗണപതി ഭഗവാനെ സങ്കല്പിച്ച് തടസ്സമില്ലാതെ ഐശ്വര്യം നല്ലപോലെ കൊമിഞ്ഞുകൂടാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യും, ഒരു നിവേദ്യം ആ ഭഗവാന് സമർപ്പിക്കും. അത് കഴിഞ്ഞ ശേഷം ഇപ്പുറം നമ്മൾ ആ കറ്റ വെച്ചിട്ടുണ്ടല്ലോ, നെൽക്കതിര് വെച്ചിട്ടുണ്ടല്ലോ, ആ നെൽക്കതിരിലേക്ക് സാക്ഷാൽ മഹാലക്ഷ്മിയെ കുടിയിരുത്തും, മഹാലക്ഷ്മിയെ പൂജിച്ചിരുത്തും. അതിലേക്ക് നമ്മളാണെങ്കിൽ ആ മഹാലക്ഷ്മി വന്ന് ആ കറ്റയിൽ ഇരിക്കുന്നതായി സങ്കല്പിക്കും. കാരണം ഈ മഹാലക്ഷ്മിയാണ്, ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. പക്ഷെ ആ മഹാലക്ഷ്മിയെ നമ്മൾ പൂജിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം മഹാവിഷ്ണുവിനെയാണ് പൂജിക്കുക. എന്തിനാണ് മഹാവിഷ്ണുവിനെ ആദ്യം പൂജിക്കുന്നത്? കാരണം അവിടെ വിഷ്ണുവിനെയും അല്ലെങ്കിൽ ലക്ഷ്മി നാരായണനായിട്ടുള്ള സങ്കല്പത്തിലാണ് അവിടെ പൂജ എന്നർത്ഥം. എന്നുവെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ മടിത്തട്ടിൽ അല്ലെങ്കിൽ തുടയുടെ മുകളിലിരിക്കുന്ന ലക്ഷ്മിയുടെ ഭാവത്തിൽ. കാരണം ഈ ഐശ്വര്യം ഉണ്ടാക്കുക എന്നുള്ളത് ലക്ഷ്മി ദേവി ചെയ്യും. അത് നിലനിർത്തേണ്ടതാരാ? മഹാവിഷ്ണു. സൃഷ്ടി ബ്രഹ്മാവിൻ്റെതാ. സ്ഥിതി എന്ന് വെച്ചാൽ നിലനിർത്തേണ്ടത് മഹാവിഷ്ണുവാണ്, ഇല്ലാതാക്കുന്നതാണ് ശിവൻ. അപ്പോൾ ഈ ഐശ്വര്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് അങ്ങ് തന്നെ നിലനിൽക്കണം എന്നുള്ള സങ്കല്പത്തിലാണ് ആദ്യം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് അതിനുശേഷം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം അതിനെ പൂജിച്ച് ഈ നെൽക്കതിരിലേക്ക് ആ ലക്ഷ്മി ചൈതന്യത്തെയും മഹാവിഷ്ണുവിൻ്റെ ചൈതന്യത്തെയൊക്കെ ആക്കി അതിന് ശേഷമാണ് ഈ നെൽക്കതിരെടുത്തിട്ട് ശ്രീകോവിലിൽ വെക്കും. ക്ഷേത്രത്തിൻ്റെ ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ വെക്കും, അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും ഇത് ഒട്ടിച്ച് വെക്കും. ആ കൂട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ പത്തായം ഉണ്ടെങ്കിൽ പത്തായത്തിലും വെക്കും. വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ആ ദേവി ദേവന്മാരെ അവിടെ ഇരുത്തി നമുക്ക് ചെയ്യാം കേട്ടോ, നമുക്ക് സ്വന്തമായിട്ടുള്ളതൊക്കെ ചെയ്യാതെ. എന്നിട്ട് നമുക്ക് അയൽവക്കത്തെല്ലാം കൊടുക്കും ചെയ്യാം, നല്ലപോലെ നെല്ലും ഇതൊക്കെ എല്ലാം ചെയ്യാം. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ തന്നെ ചെയ്താൽ മതി. നമ്മൾ തന്നെ അവരെ ആ ഭഗവാനും ഭഗവതിയും അവിടെ വന്നിരിക്കുന്നതായി സങ്കല്പിച്ചതിന് ശേഷം ഈ പറയുന്ന നെൽക്കതിരിൽ നിന്നും ഒരിത് ശരിക്കും നമ്മൾ വെക്കേണ്ടത് എവിടെ അറിയോ? നമ്മുടെ പത്തായത്തിൽ. എന്താ പറയുന്നത്? നിറ നിറ, പൊലി പൊലി,
ഇല്ലം നിറ നമ്മൾ വീട് നിറച്ചും ഉണ്ടാവട്ടെ, പത്തായം നിറ എന്നാ പറയുന്നത്. വെച്ചാൽ പത്തായത്തിൽ നിറഞ്ഞു കിടക്കണം നമ്മുടെ സമ്പത്ത്. ഇന്ന് പത്തായൊന്നുമില്ല കേട്ടോ. ഇന്നെല്ലാം നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്, പത്തായൊന്നുമില്ല. പണ്ട് പത്തായമാണ് നമ്മുടെ ആ അരിയും നെല്ലും ഒക്കെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം. ഇന്ന് പത്തായം നിറ സാധനം നമ്മുടെ പുതിയ തലമുറക്ക് അറിയേയില്ല. അപ്പോൾ ആ തരത്തിൽ ഈ പറയുന്ന വീട്ടിൽ ഈ പൂജ കഴിഞ്ഞ ശേഷം ആദ്യം പത്തായത്തിൽ വെക്കും. ഇല്ലം എന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ ഇല്ലം നിറയാനാണ് പറയുന്നത്. അപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പം പണ്ടത്തെ ഓടിട്ട് വിടാൻ കഴുക്കോലിനൊക്കെ ചുറ്റിക്കെട്ടി വെക്കും, പൂജാമുറിയിൽ വെക്കും, എല്ലായിടത്തും ഐശ്വര്യം ഉണ്ടാവണം. അടുക്കളയിൽ വെക്കും. പണ്ടത്തെ വീടിലൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഈ നെൽക്കതിരെടുത്ത് അല്പം ചാണകം എടുത്ത് ചുവരങ്ങ് പറ്റിക്കും. ചില ആൾക്കാർ വെച്ചാൽ അരിച്ചാന്തിൽ മുക്കിയിട്ട് അരിച്ചാന്ത് കൊണ്ട് അവിടെ പറ്റിക്കും. ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മഹാലക്ഷ്മിയെ കുടിയിരുത്തിയിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള നെൽക്കതിര് ഏത് ഭവനത്തിലാണോ ഉള്ളത് ആ ഭവനത്തിൽ അടുത്ത ഒരു ഇല്ലം നടക്കുന്നത് വരെ അവർക്ക് വേണ്ടുന്ന സർവ്വ ഐശ്വര്യവും ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇതുള്ളത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ഈ കതിരുകൾ വാങ്ങിച്ച് വരുന്ന ആൾക്കാർ ഇത് കൊണ്ടുവരുന്നത് ഒരാളും കാണില്ല. പണ്ട് അങ്ങനെയല്ല. ഈ കതിരെടുത്ത് അവർ തലയിൽ വെക്കും. അവർ ഇപ്പം കുട്ടികളായാലും മുതിർന്ന ആൾക്കാരും ക്ഷേത്രത്തിൽ പോയിട്ട് തലയിൽ വെച്ചിട്ട് അവർ വീടെത്തുന്നത് വരെ ഇത് പറയും, നിറ പൊലി പൊലി, ഇല്ലം നിറ പൊലി പൊലി, വല്ലം നിറ പൊലി പൊലി, പത്തായം നിറ പൊലി പൊലി, ഇങ്ങനെ പറഞ്ഞ് വരും. കാരണം അത് പ്രാർത്ഥനയാണ്. ആരോടാ പറയുന്നത്? മഹാലക്ഷ്മിയോടും മഹാവിഷ്ണുവോടും പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഇല്ലം നിറച്ചും, എൻ്റെ ഇല്ലം നിറ വീട് നിറച്ചും ഐശ്വര്യം ഉണ്ടാക്കി തരണം, എൻ്റെ പത്തായം നിറച്ചും ഐശ്വര്യം ഉണ്ടാക്കി തരണം, എൻ്റെ വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളിലും ഐശ്വര്യം ഉണ്ടാക്കി തരണം, എൻ്റെ മനസ്സ് നിറയെ ഐശ്വര്യം ഉണ്ടാക്കി തരണം, എൻ്റെ കുടുംബത്തിൽ മൊത്തമായിട്ട് ഐശ്വര്യം ഉണ്ടാക്കി തരണം എന്നുള്ള സങ്കല്പത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ ദിവസങ്ങളിലാണ് ചെയ്യുന്നത്. ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ്, തളിപ്പറമ്പുകാരനാണ്. അതുകൊണ്ട് തന്നെ തളിപ്പറമ്പിൻ്റെ ഗ്രാമദേവൻ പെരിഞ്ചല്ലൂർ എന്ന് പറയുന്ന ഗ്രാമമാണ് പിന്നീട് തളിപ്പറമ്പായത്. പരശുരാമൻ നിർമ്മിച്ച 64 ഗ്രാമങ്ങളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്നതാണ് പെരിഞ്ചല്ലൂർ ഗ്രാമം എന്ന് പറയുന്നത്. ആ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് പെരിഞ്ചല്ലൂരപ്പനാണ്. എന്ന് വെച്ചാൽ തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വരൻ എന്നർത്ഥം. ഈ രാജരാജേശ്വരൻ്റെ നിറയാണ് നമ്മൾ ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഉൾക്കൊള്ളേണ്ടത്. ആ ദിവസം മറ്റൊരു സ്ഥലത്ത് ചെയ്യാൻ പോലും പാടില്ലെന്നാണ് പറയുക. തമ്പുരാൻ്റെ നിറയുള്ള സമയത്ത് എല്ലാവരും ആ തമ്പുരാൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് വാങ്ങിക്കണം എന്നുള്ളത് കൊണ്ട് മറ്റൊരു ക്ഷേത്രങ്ങളിലും ആ ദിവസം നിറ വെക്കാൻ പാടില്ല എന്ന് പറയും. അതിനോടനുബന്ധിച്ച് മറ്റുള്ള ദിവസങ്ങളിൽ നിറ വെക്കാനാണ് പറയുക. തമ്പുരാൻ്റെ അടുത്ത് മുഴുവൻ ആൾക്കാർ, ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാർ എത്തിച്ചേരണമെന്ന്. പെരിഞ്ചല്ലൂർ ഗ്രാമം എന്ന് പറഞ്ഞാൽ അതിവിശാലമായ ഗ്രാമമാണ്. അപ്പോൾ അത് പ്രകാരം 2025 ആഗസ്റ്റ് മാസം 7-ാം തീയതി എന്ന് വെച്ചാൽ കർക്കടകം 22-ാം തീയതിയാണ് തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ നിറ. അവിടെ പോകുന്ന കല്ല ഇത് കിട്ടും. സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ പോകണം. ഏതെങ്കിലും സമയത്ത് പോയാൽ കിട്ടില്ല. രാവിലെ 6:20 തുടങ്ങി 7:01 വരെയുള്ള സമയത്തിനിടയിൽ അവിടെ എത്തിയാലാണ് ഈ സാധനം കിട്ടുക. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ സമീപ സ്ഥലത്തെ ക്ഷേത്രത്തിലും ഇതേപോലെ ഉണ്ടാകും. അവിടെ ഇതേപോലെ പോയിട്ട് നിങ്ങൾ ഇത്തവണ ആ നിറയിൽ പങ്കെടുത്ത് ആ ഐശ്വര്യത്തെ കൊണ്ടുപോയി നിങ്ങളുടെ ഇല്ലം നിറക്കാൻ വേണ്ടി, നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം നിറച്ച് ഈ വരാൻ പോകുന്ന ഒരു വർഷം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നല്ല നാളായി തീരാൻ വേണ്ടി നമുക്ക് സാക്ഷാൽ അന്നപൂർണേശ്വരിയോടും മഹാലക്ഷ്മിയോടും മഹാവിഷ്ണുവിനോടും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു സംശയം കൂടി ഉണ്ടാവും. ഇല്ലം നിറ എന്ന് പറയുമ്പോൾ നിറപ്പുത്തിരി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതെന്താണ് എന്ന് പലരും ചോദിക്കും. നിറപ്പുത്തിരി എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വിളവെടുപ്പ് കഴിഞ്ഞ നെല്ലുണ്ടാവും. വയൽ കൊയ്തിട്ടാണല്ലോ അവിടെ നമ്മൾ ഉഴുതുമരച്ചിട്ട് രണ്ടാമത് ഇതിട്ട് അതിൻ്റെ കതിരി വരികയല്ലേ ചെയ്യുന്നത്. അതാണല്ലോ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കൊയ്തെടുത്ത് വെച്ച ആദ്യത്തെ നെല്ലുണ്ടാവും. ആ നെല്ലിൽ നിന്നും ഒരു വിഹിതം നമ്മൾ മാറ്റി വെക്കും. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ പണ്ട് കാലങ്ങളിൽ ചക്കയുണ്ടായാലും മാങ്ങയുണ്ടായാലും എന്ത് സാധനം നമ്മൾ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ ഗ്രാമത്തിൻ്റെ ദേവനായിട്ടുള്ള അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ദേവനായിരിക്കും. ആ ഗ്രാമത്തിലെ ദേവന് കൊടുക്കും. പശു പ്രസവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ പാല് കൊണ്ടുപോയിട്ട് അവിടുത്തെ ക്ഷേത്രത്തിൽ കൊടുക്കുന്ന എത്രയോ കുടുംബാംഗങ്ങൾ ഇന്നും ഉണ്ട്. കൃഷ്ണക്ഷേത്രത്തിലാണെങ്കിൽ അഭിഷേകത്തിന് കൊടുക്കും. പല സ്ഥലത്തും അഭിഷേകത്തിന് കൊടുക്കാറുണ്ട്. എല്ലാ ക്ഷേത്രത്തിലും പാല് കൊണ്ട് കൊടുക്കും.
ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല മുഴുത്ത നല്ല ചക്ക കൊണ്ട് പോയി ആടെ കൊടുക്കും. എന്തിനാ എനിക്ക് എല്ലാ വർഷവും അല്ലെങ്കിൽ ഇത് നല്ലപോലെ ചക്ക ഉണ്ടാവട്ടെ എന്നുള്ള ചിന്ത. മാങ്ങയാണെങ്കിലും അതുപോലെ തന്നെ. പച്ചക്കറി ഉണ്ടായി കഴിഞ്ഞാൽ ആ പച്ചക്കറി നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വെക്കും. ക്ഷേത്രത്തിൽ ദേവന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അനക്ക് തിന്നാം. അധിപൻ ഗ്രാമത്തിൻ്റെ ദേവനാണ്, ഗ്രാമത്തിൻ്റെ അധിപനാണ്, എൻ്റെ നാഥനാണ്. അപ്പോൾ എൻ്റെ നാഥന് കൊടുത്തിട്ട് മതി ബാക്കി എനിക്ക്. നാഥന് കൊടുത്താൽ എൻ്റെ 10 ഇരട്ടി എനിക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള ചിന്തയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആ ഗ്രാമത്തിൽ നെല്ല് കൊയ്തെടുത്ത ആ നെല്ലുണ്ടല്ലോ, അത് ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ക്ഷേത്രം വകയുണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും. അത് നെല്ല് കുത്തി അരിയാക്കി ആ പുതിയ നെല്ലിൻ്റെ അരി, പുന്നെല്ലിൻ്റെ ആ അരി എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അരിയാക്കിയത് ആ ഭഗവാന് നിവേദിക്കും. പല സ്ഥലങ്ങളിലും പായസമായിട്ട് നിവേദിക്കും, പല സ്ഥലങ്ങളിലും ചോറായിട്ട് നിവേദിക്കും. ഈ ഭക്ഷണം ആ നാട്ടിലുള്ള മുഴുവൻ ഭക്തജനങ്ങൾ, ആ ഭഗവാന്റെ ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാരും, ഇനി പരദേശികളായി വരുന്ന ആൾക്കാരായാലും അവരെല്ലാം തന്നെ ഈ അരി വെച്ച ഭക്ഷണം കൊണ്ട് അവർക്ക് കൊടുക്കും. അതാണ് പുത്തരി എന്ന് പറയുന്നത്. ആ പുതിയ നെല്ല് അരിയാക്കി ഉണ്ടാക്കിയിട്ടുള്ള ആ പായസമാവാ ചോറ, ചില സ്ഥലത്ത് വിഭവ സമൃദ്ധമായ സദ്യ ആയിരിക്കും. നേരത്തെ പറഞ്ഞ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലൊക്കെ ഗംഭീര സദ്യ തന്നെയാണ്. അപ്പം ഇത് നമ്മൾ എത്ര ആൾക്കാർ അതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളുടെ വീടുകളിൽ ഇതിനു മുമ്പ് ആരെങ്കിലും ഈ ഇല്ലെന്നിറയോ അതുപോലെ തന്നെ ഈ പറഞ്ഞ പുത്തരിയോ നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അതല്ല, നമ്മുടെ വീട്ടിലല്ല, ഞാൻ മറ്റു പല സ്ഥലത്തൊന്നും ഇല്ലെന്നറയുടെ ഭാഗമായിട്ട് കതിര് കൊണ്ടൊന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട് പറയുക. പുത്തരി ഇന്ന ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ട് പുത്തരി കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ ആ അഭിപ്രായം, ആ കമൻറ്റ്, എത്ര ആൾക്കാർ ഇന്നും ആ ശ്രേഷ്ഠമായ ആചാരം പിന്തുടരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. കാരണം എന്താ, എല്ലാവരിലും ഈ ഐശ്വര്യം ഉണ്ടാവട്ടെ. ഇനി വരുന്ന ഒരു വർഷം എന്ന് പറഞ്ഞാൽ രോഗദുരിതങ്ങളില്ലാതെ, കഷ്ടപ്പാടുകളില്ലാതെ, ദാരിദ്ര്യമില്ലാതെ സന്തോഷമായിട്ടുള്ള സമൃദ്ധിയായിട്ടുള്ള ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു വർഷം അടുത്ത പുത്തരി വരെ. അതിനായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് അയച്ചു കൊടുത്ത് അവരിതിൽ പങ്കാളിയാക്കുക എന്നുള്ളതാണ്. എല്ലാം നല്ല നല്ല ആചാരങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ മുറുക്കെ പിടിക്കുക. എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.